ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു കൂട്ടാൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ വറ്റൽമുളകും മല്ലിയും കൂടെ മുഴുവായിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതങ്ങോട്ട് മാറ്റി കഴിഞ്ഞ ശേഷം ഒരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് വെന്തയം, കടുക്, ചെറിയുള്ളി ചതച്ചത്, വറ്റൽമുളക് ഇതെല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റി അതിൻ്റെ കളറെല്ലാം മാറി വന്നതിന് ശേഷം അതൊക്കെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മല്ലിമുളക് ആദ്യം പൊടിച്ച് പിന്നെ വെള്ളമൊഴിച്ച് നല്ലപോലെ അരച്ച് അത് ചേർത്ത് കൊടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുത്ത് അത് നല്ലപോലെ തിളച്ച് വന്നതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ തിളപ്പിച്ച് വന്നതിലേക്ക് നമ്മൾ മുട്ട ഒഴിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ സൈഡായിട്ട് വേണം കേട്ടോ നമ്മൾ മുട്ട ഒഴിച്ച് കൊടുക്കാൻ. മുട്ട നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ചെറിയ രീതിയിൽ വേവിച്ചെടുത്ത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മുട്ടപ്പുളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.